പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി, അതായത് 50 വർഷത്തിലധികമായി, നൂറ്റാണ്ട് കാലത്തിനധികമായി യൂറോപ്പിൽ താമസിക്കുന്ന അല്ലെ അമേരിക്കയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടുത്തെ ജീവിതം നിർത്തിയിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? അത് പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതും ഇവിടുത്തെ ജീവിതം ജോലി കഴിഞ്ഞ് ഇവിടെ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് കുടുംബസമേതം നാട്ടിലേക്ക് പറിച്ച് നടാനുള്ള ഒരു സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ, അത് എത്രമാത്രം വിജയിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇന്ന് പ്രവാസി ഓൺലൈൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അതിന് ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രവാസി ഓൺലൈന് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ചർച്ചയിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള, അതോടൊപ്പം കഴിഞ്ഞ 65 വർഷമായിട്ട് ജർമ്മനിയിൽ താമസിച്ച് ഇവിടെ നല്ല നിലയിൽ, അതായത് ഒരു സ്ഥാപനത്തിന്റെ, അതായത് കാൾ കൂബൽ സ്റ്റിഫ്റ്റൂങ്ങിന്റെ CEO ആയിട്ട് വിരമിച്ചിട്ടുള്ള ഒരാള്. അത് മറ്റാരുമല്ല, ആദരണീയനായ ഡോക്ടർ ജോർജ് അരീക്കൽ. അദ്ദേഹം ഇപ്പോൾ കൊളോണിലായിരുന്നു താമസിച്ചിരുന്നത്. കുടുംബസമേതം ഇപ്പോൾ കേരളത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിതവും ഇവിടെ ഉണ്ടായിരുന്ന ജീവിതവും തമ്മിൽ ഒന്ന് തുലനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പം ഇത്തരമൊരു ജീവിതം ഇവിടെ ജർമ്മനിയിൽ ജോലി ചെയ്ത 50 കൊല്ലം ജോലി ചെയ്യണമെന്നില്ല, അതിനു മുമ്പേ തന്നെ നാട്ടിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്തരമൊരു മുഖാമുഖം പരിപാടി ഇന്ന് അവതരിപ്പിക്കുന്നത്. സ്നേഹപൂർവ്വം ഡോക്ടർ ജോർജ് അരീക്കൽ അങ്കിളിനെ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം അങ്കിൾ. താങ്ക് യു ജോസ്. എനിക്ക് തോന്നേണ്ട ഒരു 9 മാസത്തോളമായി ജർമ്മനി ഇന്ന് നാട്ടിലേക്ക് പറിച്ച് നട്ടു ജീവിതം. അപ്പോൾ ഇത് എങ്ങനെയാണ് ആദ്യത്തെ നമ്മൾ ഈ 9 മാസം കൊണ്ട് എങ്ങനെയാണ് നമുക്കതൊന്ന് വിലയിരുത്താവുന്നത്? ജോസ്, ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. വാസ്തവത്തിൽ എന്റെ ഇങ്ങോട്ട് നാട്ടിലേക്കുള്ള വരവ് ഒരു തീരുമാനിച്ചു വന്ന ഒരു വരവല്ല. ജർമ്മനിയിൽ നിന്നും ഇത്രയും നാളും അവിടെ ജീവിച്ചിട്ട് എന്തെങ്കിലും തിരിച്ച് സ്ഥിരമായിട്ട് ഇന്ത്യക്ക് പോരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം ഞാനൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം തിരിച്ചു വന്നത് ഞാൻ നിർബന്ധിതനായ പോലെ എനിക്ക് തോന്നി, അല്ലെങ്കിൽ എന്തോ ഒരു പുതിയ ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം വന്നു. അത് എന്റെ ഭാര്യയ്ക്ക് ആവശ്യമായി വന്ന 24 hours കെയർ. വളരെയധികം എന്റെ ഭാര്യ ലയോണി, പുള്ളിക്കാരി അവിടെ 59 സ്വിറ്റ്സർലൻഡിൽ വന്നയാളാണ്. അവിടെ സ്വിറ്റ്സർലൻഡിൽ മെഡിസിനൊക്കെ പഠിച്ച് അതിനുശേഷം ഞങ്ങളുടെ വിവാഹമൊക്കെ നടന്നതിന് ശേഷം ജർമ്മനിയിൽ വന്ന് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത് ജോലിയൊക്കെ ചെയ്തു വന്നിരുന്ന വ്യക്തിക്ക് 2019 പ്രത്യേക ഓപ്പറേഷൻ ആവശ്യം വന്നു. ആ ഓപ്പറേഷന് ശേഷം പലപ്പോഴും വീഴുക എന്നുള്ളത് ഒരു പതിവായി മാറി. അതിലൊരു പ്രത്യേകത ബോൺ ഡെൻസിറ്റി കുറവായിരുന്നു. അങ്ങനെയുള്ള പല അസുഖങ്ങളും, മറ്റേ ഡയബറ്റിസ് ഉണ്ടായിരുന്നു, ഇൻസുലിൻ ഒരു കുത്തിവെക്കേണ്ടി വന്നു ഒരു 45 വർഷം. അതിനുശേഷം നോറോപ്പതി ഒക്കെ വന്ന് എങ്കിലും പുള്ളിക്കാരത്തി ഒരുവിധം കഴിവോടുകൂടി എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നതാണ്. പക്ഷെ പെട്ടെന്ന് വീൽ ചെയറിൽ ഡിപ്പെൻഡിങ് ആയി. വീൽ ചെയറിൽ ഡിപ്പെൻഡിങ് ആയതിനു ശേഷം എനിക്ക് ഇത് തനിച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. എന്റെ ഫീൽഡ് അതല്ല. മൊബൈൽ സർവീസൊക്കെ ജർമ്മനിയിൽ ഉപയോഗിച്ചു. അതിനുശേഷം വളരെയധികം ഹെൽപ്പ് ആവശ്യം വന്നപ്പോ കൊളോണിലുള്ള ഒരു കെയർ സെന്ററിലേക്ക് മാറി. ആ കെയർ സെന്റർ വളരെ മോഡേൺ സെന്ററാണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് മാത്രമേ ആ സെന്ററിൽ താമസിക്കാൻ അനുവാദമുള്ളൂ. ഒറ്റയ്ക്ക്, അതായത് കുടുംബത്തിന് അല്ലെങ്കിൽ ഭർത്താവിന് അവിടെ താമസിക്കാൻ സൗകര്യമില്ല, അനുവാദമില്ല. പ്ലേഗ് ആവശ്യമുള്ളവർക്കാണ് അവിടെ താമസിക്കാനുള്ള അനുവാദം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് വിസിറ്റ് ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോ എപ്പോഴും ഒരു വേദനാജനകമായ ചോദ്യം ഉണ്ടായിരുന്നു. വൈ ഡു യു ലീവ് മീ അലോൺ ഹിയർ? വറും ലേസ് ടു മീ ഹിയർ അലൈൻ? എന്തുകൊണ്ട് ജോർജ് എന്നെ ഇവിടെ തനിച്ചാക്കി പോകുന്നു? ഈ വേദനാജനകമായുള്ള ചോദ്യം കൊണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ചു, നീ ഇന്ത്യയിൽ നിന്ന്
വരുന്ന ആളാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള സൗകര്യം നൽകുന്ന, അതുപോലെ തന്നെ 24/7 സർവീസ് നൽകുന്ന സെന്റേഴ്സ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് ഞാൻ ഒരാഴ്ച അവധിയെടുത്ത് കേരളത്തിൽ വന്ന് പല സെന്റേഴ്സും റിട്ടയർമെന്റ് ഹോം എന്നുള്ള രീതിയിൽ ഇപ്പോ ഈ ശ്രോതാക്കൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇന്റർനെറ്റില് വെറുതെ ഇട്ടുകൊടുക്കുക റിട്ടയർമെന്റ് ഹോംസ് ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ധാരാളം ഉത്തരം ലഭിക്കും, അഡ്രസ്സുകൾ ലഭിക്കും. ഇങ്ങനെ ഞാൻ നോക്കിയപ്പോ പല സെന്റേഴ്സും കണ്ടു. അതില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെന്ററാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് എന്ന് ഉള്ള ഒരു സെന്റർ. ആ സെന്ററിൽ ഞാൻ തനിച്ചു വന്നു എന്ന് വെച്ചാൽ വേറെ ഈ സെന്ററിനെ അറിയുന്ന ആൾക്കാർ കൂടി വന്ന് ഇവിടെയെല്ലാം ഞാൻ നോക്കിയപ്പോ തരക്കേടില്ല എന്ന് തോന്നി. തിരിച്ച് ജർമ്മനിയിൽ ചെന്ന് മക്കളായിട്ട് ആലോചിച്ച് ലയോണിയായിട്ട് ആലോചിച്ച് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു. കുറച്ചു ദിവസം അവധിയെടുത്ത് ഇങ്ങോട്ട് വരിക, ഇവിടെ ഒരു വാടകയ്ക്ക് ഈ സെന്ററിൽ കുറച്ചു ദിവസം താമസിക്കുക. അങ്ങനെ താമസിച്ചിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ നാള് ഇവിടെ ജീവിക്കുവാൻ തീരുമാനിക്കുക. ജർമ്മനിയിലുള്ള ആ സെന്ററിലുള്ള ഭാഗഭാഗിത്വം കുണ്ടികം ചെയ്യുക, അതായത് വേണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ഒന്നിച്ച് താമസിക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷം ഞങ്ങൾ ഇവിടെ കാണുന്നു. അങ്ങനെ തിരിച്ചു പോരുന്നു, കുടുംബസമേതം തിരിച്ചു പോരുന്നു എന്നുള്ളത് ശരിയല്ല. മക്കൾ ഇപ്പോഴും ജർമ്മനി കൊളോണി തന്നെ അല്ല, കൊളോണി ചുറ്റുപാട് തന്നെ. ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് ആലുവായ്ക്കടുത്ത് തെക്കേ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. കേരളത്തില് വാഴക്കുളം എന്ന് കേൾക്കുമ്പോൾ പലരും മൂവാറ്റുപുഴയുടെ അടുത്തുള്ള വാഴക്കുളം ആണ് ആദ്യം വിചാരിക്കുന്നത്. അതെ, ഇത് പെരുമ്പാവൂരിനും ആലുവായ്ക്കും ഇടയ്ക്കുള്ള തെക്കേ വാഴക്കുളം. ഈ വില്ലേജിന്റെ പേര് ചെമ്പരക്കി. അത് ചെറിയൊരു സ്ഥലമാണ്. ആലുവയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ, പിന്നെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ, അത്ര പോലും ഇല്ല. അപ്പം എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇപ്പം പ്രവാസികളായിരിക്കുന്നവർക്ക് നാട്ടിലെത്തിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അധികം യാത്ര ചെയ്യാതെ തന്നെ 20 കിലോമീറ്ററിനുള്ളിൽ എത്തിപ്പെടാവുന്ന ഒരു സ്ഥലമാണ്. അതെ, വളരെ ഈ ലൊക്കേഷൻ വളരെ നല്ലതാണ്. ഈ സ്ഥാപനം ആരുടേതാണ്? ആരാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്? ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഏതാനും കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഒന്നിച്ച്, ഇതിന്റെ ഇനീഷ്യേറ്റീവ് ഒരു കുടുംബം വഴി വന്നതാണ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഒന്നിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി 2016 തോന്നുന്നു ഇവർ തുടങ്ങി. ഇവിടെ എത്ര ആളുകള് ഫാമിലിയായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്? ആദ്യം ഇവര് തുടങ്ങിയത് എനിക്ക് തോന്നുന്ന 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ 2016. അതിനുശേഷം പതുക്കെ കൂടുതൽ ആൾക്കാർ വന്ന് അതോടൊപ്പം തന്നെ പുതിയ ബിൽഡിങ്സ് പണിത് സ്ട്രക്ചർ വലുതാക്കി. ആളുകൾ വരുന്തോറും സ്ട്രക്ചറും വലുതാകും. അപ്പൊ അതനുസരിച്ച് ഇപ്പോ 160 റെസിഡൻസ് 160 റെസിഡൻസ് ഉണ്ട്. അതനുസരിച്ചുള്ള 3-4 ബ്ലോക്ക് ബിൽഡിങ്ങുകളുണ്ട്. ഈ 160 റെസിഡൻസിന് വേണ്ടിയിട്ട് ഇവിടെ 250, എന്റെ അറിവ് ശരിയാണെങ്കിൽ 250 സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതായത് സ്റ്റാഫ് റിലേഷനും മറ്റേ റെസിഡൻസി നമ്പർ നോക്കുകയാണെങ്കിൽ ഈ 24/7 അവേഴ്സ് സർവീസ് ഉണ്ടെന്ന് പറയുന്നത് വാസ്തവമാണ്. അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുസരിച്ച് ഇവർക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്. അത് എല്ലാ തരത്തിലും. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കെയർ ഹോമിനെ പറ്റി അറിയാൻ ഇവിടെ നിങ്ങള് അല്ല ആന്റി ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് മുൻപ് ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് സർക്കാർ വകുപ്പില് ജോലി ചെയ്തിരുന്നു. അപ്പൊ ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അങ്കിളിനും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊരു വലിയ ഇവിടുത്തെ ആ ഒരു രീതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ടോ അതോ അതുക്കും മേലെയാണോ? എനിക്ക് തോന്നുന്നത് ഈ ഇന്റർനാഷണൽ ആയിട്ട് പല നല്ല സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോ ചിലർ പറയുന്നുണ്ട് കൊളംബിയ
അമേരിക്കയിലെ ഒരു നല്ല സെന്റർ, വളരെ നല്ല സെന്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഉം. അതിൽ നിന്നും പഠിച്ച് ചില മെത്തേഡുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സെന്റേഴ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അസറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞവര് അവരുടെ കോർപ്പറേഷൻ പാർട്ട്നേഴ്സ് ആണ്. അതൊരു എനിക്ക് തോന്നുന്ന ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി, അതായത് റിയൽ അത് ഒറിജിനൽ അവരുടെ അസറ്റ്, അതൊരു കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പക്ഷെ അതിൽ ഒരു ഭാഗം ഈ സീനിയേഴ്സ് കെയറിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ കമ്പനികളായിട്ട്, ഇന്റർനാഷണൽ കമ്പനികളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവിടെ വളർന്നു വരുന്നുള്ളൂ. പക്ഷെ ഇത്രയും എന്റെ അറിവില് ഇത്രയും കൺസെപ്ച്വലായിട്ട് പല അസ്പെക്റ്റുകളും ഇന്റഗ്രേറ്റ് ചെയ്ത് ഡെവലപ്പ് എടുത്തിരിക്കുന്ന സെന്റേഴ്സ് വളരെ വളരെ കുറവാണ്. അതായത് സ്പെഷ്യലൈസ് ചെയ്ത ഓരോന്നിനും, അല്ലെങ്കിൽ ഇത്ര ഓരോ ഇപ്പം ആളുകളെ സംബന്ധിച്ച് പല തരത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ, ഇപ്പം ആരോഗ്യപരമായിട്ട്, മാനസികമായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കിലെടുത്ത് അവർക്ക് വേണ്ടുന്ന 24 മണിക്കൂർ സർവീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അതെ. പക്ഷെ ഈ 160 റെസിഡൻസില് ഒരു 50% ഈ 24 മണിക്കൂർ കെയർ ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം മറ്റുള്ള റെസിഡൻസ് ഒരുവിധം ഹെൽത്തിയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് പല ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കെയറിന് വേണ്ടിയിട്ട് ആളെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ കെയറിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ടീമുണ്ട്. അത് വല്ലപ്പോഴും നമുക്ക് ആവശ്യമുള്ളപ്പോ അല്ലാതെ റെഗുലർ ആയിട്ട് കെയർ തരേണ്ട ആവശ്യമില്ല. പക്ഷെ റെഗുലർ ആയിട്ട് കെയർ തരേണ്ട ആവശ്യം കിടപ്പായ രോഗികളുണ്ട്. ഒരു കാര്യം നമുക്ക് ഈ ഡോക്ടേഴ്സിന്റെ സേവനം എങ്ങനെയാണ്? ഡോക്ടേഴ്സിന്റെ സേവനം ഇവിടെ അടുത്ത് ചുറ്റുപാടില് നല്ല നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആസ്പത്രികളുണ്ട്. അതിന് ഏറ്റവും അടുത്തുള്ളത് രാജഗിരി ഹോസ്പിറ്റൽ. ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ഇവരായിട്ട് വളരെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ഇവർക്ക് കണക്ഷൻ ഉണ്ട് അമൃത ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ, ഈ കൊച്ചിയിലുള്ള വളരെ നല്ല ഹോസ്പിറ്റലുകളായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോ ഇവിടുത്തെ നേഴ്സിംഗ് ടീം നമുക്ക് അത്യാവശ്യം വരുമ്പോ, ഒരു ആശുപത്രി വിസിറ്റ് അത്യാവശ്യം വരുമ്പോ, ഇവിടുത്തെ നേഴ്സിംഗ് ടീം ഈ ആശുപത്രിയായിട്ട് കോണ്ടാക്ട് എടുത്തിട്ട് ഡേറ്റ് എടുത്തിട്ട് നമ്മളെ അറിയിക്കും എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇവിടുത്തെ തന്നെ ഡ്രൈവർ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രൈവറെ എടുക്കാം. ഇവിടെ ഈ സെർവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നേഴ്സ് കൂടെ വരും. ആശുപത്രിയിൽ ചെന്നിട്ട് സകല കാര്യങ്ങളും ഈ സെന്റർ വഴിയാണ് അവിടെ കണക്റ്റഡ് ആകുന്നത്. ഡോക്ടറെ കാണാനുള്ള സമയവും അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കലും, വേറെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമുക്ക് എക്സ്റേ ഒക്കെ എടുക്കണമെങ്കിൽ നേരത്തെ കാശ് കൊടുക്കണം. ഇതൊക്കെ ഈ സെന്റർ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് മാസം അവസാനം ബില്ല് വരുമ്പോ ഈ കോസ്റ്റ് ഒക്കെ നമുക്ക് ബില്ലായിട്ട് തരും. നമ്മളത് പേ ചെയ്യണം. ഒരു കൊച്ചിനെ നോക്കുന്ന പോലെയാണ് ഈ സെന്റർ നമ്മളെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പൊ ഈ കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ അതെങ്ങനെയാ, നമുക്ക് അഫോർഡബിൾ ആണോ? കോസ്റ്റ് അത് കുറച്ചൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്ഥിതിയാണല്ലോ. തീർച്ചയായിട്ടും ജർമ്മനിയില് ചെലവാക്കുന്നതിനേക്കാൾ ഒരു 1/3 ഇവിടെ ചെലവായി വരികയാണ്. അതായത് നമുക്ക് പ്രത്യേക അസുഖമൊന്നും ഇല്ലെങ്കിൽ ഈ ഹെൽത്തിന്റെ കാര്യം എക്സ്ട്രാ ആണ്. ആന്റിയെ സംബന്ധിച്ച് ഒരു റോൾ സ്റ്റൂൾ അഭയനീഷ ആയതുകൊണ്ട് ഇപ്പം ആ ഒരു തരത്തിലുള്ള ചെലവുകളും പിന്നെ കെയർ ഇച്ചിരൂടെ തീവ്രമായിട്ട് വേണമല്ലോ. തീവ്രമായിട്ട് വേണ്ട, പക്ഷെ വീൽ ചെയർ ആവശ്യമുള്ളത് കൊണ്ട് ഒരു നേഴ്സ്, അസിസ്റ്റന്റ് നേഴ്സാണ്, ഫുൾ നേഴ്സായിട്ട് പഠിച്ചിരിക്കുന്നതല്ല. ഫുൾ നേഴ്സിംഗിന്റെ അധീനതയിൽ ഒബ്സർവേഷനിൽ ജോലി ചെയ്യുന്ന ഒരു അസിസ്റ്റന്റ് നേഴ്സാണ്. ആ കൊച്ചിന് ഉള്ള ശമ്പളം നമ്മള് ഈ സെന്ററിന് കൊടുക്കണം. സെന്ററാണ് നമുക്ക് ഒരു 24 മണിക്കൂറും സെർവ് ചെയ്യുന്ന ആളെ തരുന്നത്.
വരുന്നത്. ഓക്കെ. അപ്പൊ സകല ഉത്തരവാദിത്വം ഈ സെന്ററിന്റെയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആ കാശ് കൊടുക്കുന്നു, അതിൽ നിന്ന് എത്ര കൊച്ചിന് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് നമ്മൾ ചോദിക്കുന്നതും ശരിയല്ല. അതെ. അതേസമയത്ത് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്ന ഈ ലയോണി താമസിച്ചിരുന്ന ജർമ്മനിയിലെ സെന്ററിൽ കൊടുക്കേണ്ട ബില്ലും ഇവിടെ കൊടുക്കേണ്ട ബില്ലും നോക്കുമ്പോ താരതമ്യപ്പെടുത്തുമ്പോ ഇവിടുത്തെ ബില്ല് അവിടത്തേക്കായും 1/3 കുറവാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കാന്ന് ഇവിടെ വലിയ സംഭവം നടന്നു. അതായത് പാർലമെന്റിലെ അല്ലെങ്കിൽ ക്യാബിനറ്റിലെ ഒരു പുതിയ ഹെൽത്ത് റിഫോമും അതുപോലെ തന്നെ ക്രാങ്കൻ കാസ റിഫോമും അവര് പ്രഖ്യാപിച്ചു. അത് ഈ വരും സമ്മറിൽ ഒരെണ്ണം വരും, 2026 എന്ന് വരും, 27 വരും, 28 വരും. ഇത് ഭയങ്കരമാണ് കേട്ടോ. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചല്ലേ, ഇവിടെ പുതിയതായിട്ട് വരുന്നവരെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഒരു ശരിക്കൊരു കൊട്ട കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ കൂടുതൽ റിസപ്റ്റ് ഗബ്യൂർ നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ 5 യൂറോ 10 ആക്കുന്നു. അത് 50% പലതിനും കൂട്ടിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലാങ് സൈറ്റ് ക്രാങ്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി വേറെ വശത്തോട് വരും. 70% കിട്ടിക്കൊണ്ടിരുന്ന സാധനത്ത് ഇപ്പം 65 ആക്കി. അത് 78 മാസത്തേക്ക്, അത് നേരത്തെ ഉള്ള നിയമം അത് തന്നെയാണ്, 78 മാസമാണ്. അതിനും ചിലപ്പോൾ അത് ഫെർക്കുർസൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ തീരുമാനം ഇത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോ ഇവിടുത്തെ ജർമ്മനിയിലെ ചികിത്സ നമുക്കൊരു ഭാരമായിട്ട് വന്നിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിപ്പോ ഈ ഇടയ്ക്ക് കയറി പറയുന്നത്, ഇവിടെ ജോലിയില്ലാത്ത ഫാമിലി റീയൂണിയൻ വീസയിൽ എത്തിയിട്ടുള്ളവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പം നമ്മുടെ മലയാളികളിലെ ഭാര്യയല്ല ഭർത്താവ് രണ്ടുപേരും ജോലിക്കാരായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നല്ലോ ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് ഭാഷയുടെ പ്രശ്നം, അല്ലെ ജോലി കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ മേലാത്ത പ്രശ്നം, ഇതൊക്കെ ഇവരെ ബാധിക്കുന്നത് കൊണ്ട് ഈ ഫാമിലി റീയൂണിയൻ വിസയിൽ വന്ന ഭാര്യയാണേലും ഭർത്താവാണേലും അവർക്ക് എക്സ്ട്രാ ഫർസിഷുങ് ബൈട്രാഗ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. മറ്റേ ഫാമിലി ഇൻക്ലൂസീവ് ആയിരുന്നു. അത് 2028 പ്രാബല്യത്തിലാണ്. അപ്പം ഏകദേശം ഒരു 300 യൂറോ ഒരു കുടുംബത്തിന് അല്ലെ ഒരാൾക്ക് വേണ്ടി എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടെ ജർമ്മനിയിൽ ഇപ്പം സംജാതമായിട്ടുണ്ട്. ഇനി കൂടി വരികയുള്ളൂ. ഇനി കൂടി വരത്തേ ഉള്ളൂ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ പുതിയ ആളുകളെ സംബന്ധിച്ചാണ് ഇത് വലിയൊരു ബാധ്യതയായിട്ട് തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ടുള്ള കുടിയേറ്റം എത്രമാത്രം നമ്മുടെ ആ ഒരു ജർമ്മനിയുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്ന കവറേജ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പം പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാശ് പോക്കറ്റിൽ വന്നാലും പെട്ടെന്ന് പൊക്കോളൂ. പക്ഷെ ഇതിലെ ഞങ്ങള് പോന്നപ്പോ ഈ പോസ്റ്റ് താരതമ്യപ്പെടുത്താനുള്ള യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ആയിരുന്നു പ്രധാന കാരണം. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഒരു സ്ഥലം. ഈ വേദനാജനകമായ ചോദ്യം ഇനി കേൾക്കരുത്, എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കി പോകുന്നു. രണ്ടാമത് 24 മണിക്കൂറും സർവീസ് ലഭിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇപ്പോ ലയോണി ഉണ്ടായിരുന്ന സെന്ററിൽ 24 മണിക്കൂർ സർവീസ് നൽകുന്ന ആൾക്കാരുണ്ട്. അവര് ചെയ്യാൻ നിർബന്ധിതരാണ്. പക്ഷെ ഒരാൾക്ക്, ഒരു നേഴ്സിന് എങ്ങനെയും ഒരു 5, 6, 10 പേർ തന്നെയെങ്കിലും നോക്കേണ്ടിയിരിക്കും. ടൈം കുറവാണ്. അതായത് പേഷ്യന്റ് ടോയ്ലറ്റിൽ പോകാനായിട്ട് മണിയടിക്കുമ്പോ മറ്റേ കൊച്ച് വന്ന് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, 1 മൊമെന്റ്, ഞാൻ വേറൊരു മുറിയിലാണ്, ഞാൻ വരട്ടെ, കുറച്ച് സമയം എടുക്ക് എന്ന് പറഞ്ഞ് ഞാനത് കണ്ടതാണ്. അപ്പോ അതായത് ഇത്രയും പേഴ്സണൽ അവിടെ കിട്ടില്ല. അത് വളരെ ക്ലിയർ ആണ്. ഇവിടെയും ഇത് ഇപ്പൊ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഭാവിയിൽ കിട്ടുമെന്ന്. കാരണം പേഴ്സണൽ കോസ്റ്റ് കൂടിക്കൊണ്ടുവരുന്നു, പേഴ്സണലിന്റെ സപ്ലൈ കുറവാണ്, ധാരാളം പേര് ഇവിടെ നിന്ന് പോകുന്നു. ഭാവിയിൽ ഇവിടെയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവായിട്ട് വരും. ഇപ്പം പറഞ്ഞ ഒരു വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫാമിലി എന്ന തരത്തിൽ അത് ഫുള്ളി വോൾഫ് ഫ്യൂലന്റ് ആണല്ലേ? അതെ. അതില് പല കാരണങ്ങളുണ്ട്. അതായത് നമ്മള് ഒരു റിട്ടയർമെന്റ് ഹോം
ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന്റെ ആ. കൺസെപ്റ്റ് ആ. അതിലെ ഏറ്റവും പ്രധാന പ്രശ്നം ആ ബിൽഡിംഗ് പണിയുന്നതല്ല. ഉം. പ്രത്യുത ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാകാനുള്ള ഒരു സൊസൈറ്റിയെ ഫോം ചെയ്യാണ് നമ്മൾ. അല്ലാതെ വെറുതെ ഒരു ബിൽഡിംഗ് പണിതിട്ട് ഒരു ഹൗസ് ഉണ്ടാക്കലല്ല. ഉം. ഒരു ഹോം ഫീലിംഗ് നൽകുന്ന സ്ട്രക്ചർ ഉണ്ടാക്കുക. ഉം. ആ സ്ട്രക്ചറിൽ ഇപ്പൊ നമുക്ക് പ്രായമൊക്കെ ആവുമ്പോ ലോൺലിനെസ് ഉണ്ട്, ഉം. കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഉം. ഈ പല തരത്തിലുള്ള ഇൻഡിവിജ്വൽ നീഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഉം. അത് ദേഷ്യപ്പെട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഉം. മനുഷ്യത്വത്തോടു കൂടി അതെ അതെ ഒരുമാതിരി ഒരു ഹോം ഫീലിംഗ് നൽകുന്ന ഒരു കൺസെപ്റ്റ് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഉം. അപ്പോ ഈ എന്റെ അഭിപ്രായത്തില് ചില ഹൗസുകൾ, കേരളത്തിലുള്ള ചില ഹൗസുകളിൽ ഉം. ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. ഉം. അതിന് സ്റ്റാഫിനുള്ള മോട്ടിവേഷൻ, ഇനഫ് സ്റ്റാഫ് നൽകുക, ഉം. ഭക്ഷണം അതനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പല 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 ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, ഈ കഴിഞ്ഞ 9-10 വർഷത്തിനകം ഇപ്പോ ഞങ്ങളുള്ള സ്ഥലത്ത് അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലെന്ന് പറയാൻ പറ്റില്ല. ഉം. ഞാൻ ഇത് ഏറ്റവും നല്ല സ്ഥലമാണെന്നുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഉം. പക്ഷെ ഇതുപോലെയുള്ള സെന്റേഴ്സ് വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വേറെ സെന്റേഴ്സും നോക്കി അന്വേഷിച്ച് കണ്ടുവയ്ക്കുക. റെഗുലേഷൻ ചെയ്തിട്ട് അത് മാത്രമല്ല, ഒരു തീരുമാനം എടുക്കാൻ അധികം നീട്ടരുത്. ഉം. അതായത് നമ്മള് ഇപ്പൊ തീരുമാനിച്ചിട്ട് ഏതെങ്കിലും ഒരു ഹൗസിൽ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വന്ന് താമസിക്കണമെന്നില്ല. ഉം. അല്ലെങ്കിൽ കുറച്ച് അവധിക്ക് ഇവിടെ വന്ന് താമസിക്കാം, അത് കഴിഞ്ഞ് തിരിച്ചു പോകാം. പിന്നീട് നമുക്ക് അത്യാവശ്യം വരുമ്പോ വന്ന് താമസിക്കുമ്പോ അപ്പോൾ ആലോചിച്ചാൽ കിട്ടാത്ത സംഗതിയാണ് ഇപ്പോൾ ആലോചിച്ചാൽ കിട്ടും. പക്ഷെ ഇപ്പൊ തന്നെ അത് ഇവിടെ വന്ന് താമസിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെ സെന്റേഴ്സിൽ വന്ന് താമസിക്കേണ്ട ആവശ്യമില്ല. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് എന്തെങ്കിലും നമ്മുടെ മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ ഇങ്ങനെയുള്ള ഈ വേറെ ഒരു റീസ്ട്രക്ചറിങ് ജീവിതം ഉണ്ടാകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പം നഴ്സിംഗിനെ പറ്റി പറയുമ്പം മെൻഷിഷെ മെന്റാലിറ്റേറ്റ് ആണല്ലോ അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അല്പം അതിനെ പറ്റിയ ഒരു മൈൻഡ് തന്നെ വേണം. ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിനായിട്ടൊക്കെ ഇഷ്ടം പോലെ പിള്ളേര് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. 19, 22 23 പ്രായമാണ്. പക്ഷെ ഇവർക്കൊക്കെയും എന്തെങ്കിലും എന്തെങ്കിലുമല്ല, ഈ ജോലി ചെയ്താൽ നമുക്ക് ഒത്തിരി കാശ് കിട്ടും എന്നുള്ളൊരു ചിന്ത പലർക്കും അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളൊരു അതൊരു സേവനം എന്ന് പറയുന്നത് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതില്ലാത്ത ഒത്തിരി ആൾക്കാരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഇതേ തരത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ അതേ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു നിലവിലെ കൺസെപ്റ്റ്, ഇനിയിപ്പം ജർമ്മനി ഒത്തിരി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും മാറും എന്നുള്ള ഒരു ചിന്ത തന്നെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ 65 വർഷത്തെ ഈ ജീവിതം നാട്ടിലേക്ക് പറിച്ചു നട്ടിട്ട് 9 മാസമായി. ഈ 9 മാസത്തിനുള്ളിൽ നമ്മുടെ ആ ഒരു ചേഞ്ച്, മാനസികമായിട്ടുള്ള ഒരു ചേഞ്ച്, നമ്മൾ ജനിച്ച നാട് അത് തന്നെ, അതെപ്പോഴും നല്ലത് തന്നെ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറയേണ്ടതില്ല. കാരണം നമുക്കെപ്പോഴും ഇവിടെയാണെങ്കിലും ഇംഗ്ലീഷ് ആഹാരം അല്ലെ കേരളത്തിന്റെ ആഹാരം നമുക്കെപ്പോഴും ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരത്തെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ലേ. ഇപ്പം 3 നേരവും അല്ലെ 4 നേരവും നമുക്കത് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്ന, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ വരുന്നില്ല. പിന്നെ ഇപ്പം മക്കൾ ഇവിടെയാണ്, ഇപ്പൊ അവർ ജനിച്ചത് ഇവിടെയാണ്, അവർ ജോലി ചെയ്യുന്ന ഇവിടെയാണ്, അവർ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഇവിടെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തില് മക്കള് നമ്മുടെ അടുത്തില്ല. ഇപ്പം കൊളോണിലാണെങ്കിലും അവര് ഏറ്റവും അടുത്ത സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെയുള്ള ഒരു തോന്നൽ ഇപ്പം പെട്ടെന്നൊന്നും അവർക്കൊന്ന് ഓടി വരാൻ മേലാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഫീലിംഗ് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് അവരെ കാണാനുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചെറുമക്കളെയൊക്കെ കാണാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ. അവിടെ ആയാലും അവിടുന്ന് അവരെല്ലാ ദിവസവും വരുന്നില്ലെങ്കിലും വിളിച്ചാൽ വെളിയെത്തുന്ന ദൂരത്താണല്ലോ അവര് എന്നുള്ള ഒരു ആശ്വാസമുണ്ട്.
ഉണ്ട്. ഇവിടെ കിട്ടില്ല. കാരണം അവര് അത്ര അകലെയാണ്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഒരു മകള് ഇവിടെ വന്നു, ഞങ്ങളെ കാണാൻ വന്നു. തിരിച്ചു പോകാൻ കാലത്ത് ഇറാൻ അമേരിക്കൻ മറ്റേ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. 8 ദിവസം കൂടുതൽ ഇവിടെ താമസിച്ചു. അപ്പൊ എന്റെ വൈഫ് ലയോണി പറഞ്ഞത്, അത് നല്ലതാ മോളെ, ക്യാൻസൽ ചെയ്ത് നീ അത്രയും ദിവസം കൂടി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കന്മാരും മക്കളുമായിട്ടുള്ള ബന്ധത്തിലെ പ്രത്യേകത നമ്മളും തീർച്ചയായിട്ടും ആ ലോങ്ങിങ്നെസ് ഉണ്ട്. അതേസമയം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് നമ്മളൊരു ഗ്ലോബൽ വില്ലേജ് ആണ്. പണ്ടത്തെ പോലെയുള്ള അകലമൊന്നും അല്ല. ഈ റെഗുലർ ആയിട്ട് വീഡിയോ വിളിക്കാം, വാട്സപ്പ് ഉണ്ടല്ലോ, ടെലിഫോൺ വിളിക്കാം, റെഗുലറായിട്ട് വാട്സപ്പ് ഉണ്ട്, ഏത് സാഹചര്യത്തിലും കോണ്ടാക്ട് എടുക്കാനുള്ള സ്ഥിതിയുണ്ട്. നമ്മളാണെങ്കിൽ പോലും 2 ഭൂഖണ്ഡത്തിലായിരിക്കും. എന്തോ നമ്മളാണെങ്കിൽ പോലും 2 ഭൂഖണ്ഡത്തിലായിരിക്കും, 2 രാജ്യത്തിലായിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. പിന്നെ അവർക്ക്, ഞാൻ വാസ്തവത്തില് ഇപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ഇതിൽ നിന്ന് കുറച്ച് തൽക്കാലത്തെങ്കിലും റിലീവ് ചെയ്തു എന്നുള്ളതാണ്. അല്ല, അതൊരു വശം ശരിയാണ്. എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളും ഏറെ സെക്യൂർ ആണെന്നുള്ള ഒരു തോന്നലുണ്ടായി. അവർക്കുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മകള് ഞങ്ങളുടെ കൂടെ വന്ന് ഇവിടെ 10 ദിവസം താമസിച്ചിട്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുത്തത്. അപ്പൊ ഒരുവിധം ഷുവറായിട്ടുള്ള ഒരു ഫീലിംഗ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാര് നന്നായിട്ട് ജീവിക്കുന്നു, അവർക്ക് സുരക്ഷയുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോ നമ്മൾ മലയാളികളായതുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ട്, പപ്പയും അമ്മയൊക്കെ ഇവിടെ വെൽ ഫീലിംഗ് ആകും എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അപ്പൊ അവർക്കും ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഞങ്ങൾ രണ്ടുപേരും തനിച്ച് താമസിച്ചിരുന്നപ്പോ ലയോണിക്ക് വീൽ ചെയറിന്റെ ആവശ്യം വന്ന്, കെയർ ആവശ്യം വന്നപ്പോ തീർച്ചയായിട്ടും മക്കൾക്കും ഉള്ളില് പ്രയാസമുണ്ട്. എന്ത് ചെയ്യും, എനിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർത്തും ഒരു വലിയ ഫാളായിട്ട് മാറും. അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ഉള്ളില് എനിക്ക് സമാധാനമുണ്ട്. പിള്ളേർക്ക് തന്നെയെങ്കിലും അത് ഒരു വലിയ റിലീവ് ഫീലിംഗ് ആണ്. ഇതിപ്പോ ജർമ്മനിയിലെ നഴ്സിംഗ് കാര്യം പറയുമ്പോൾ ആശുപത്രിയെ പറ്റി എനിക്കറിയാം, ഓൾഡ് ഏജ് ഹോമിനെ പറ്റി അറിയാം, അതുപോലെ ഗെറണ്ടോസിഷ്യാട്രി എന്താണെന്നറിയാം, അതുപോലെ ഡിമെൻസ് അറിയാം, ഡിമെൻസ് സ്റ്റത്സിയോൺ അറിയാം, അതുപോലെ നമ്മുടെ വോയ്സിലിഷ ഫ്ലീഗ, ഇതെല്ലാം കൂടെ പെടുന്നതാണല്ലോ ഇപ്പൊ ജർമ്മനിയുടെ. പിന്നെ ഒത്തിരി കാറ്റഗറി മറ്റുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മൾ പരിചയിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പൊ ഇത്തരം ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കൺസെപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം കേരളം പലതുകൊണ്ടും മുൻപന്തിയിലാണ്, 1ാം സ്ഥാനത്താണ്, ആരോഗ്യരംഗത്ത് 1ാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും പലപ്പോഴും പല വീഴ്ചകളും ഉണ്ട്. അതൊന്നും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇപ്പൊ ഇത്തരം ഒരു വോൾ ഫ്യൂലും നമുക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലും ഇത്തരം, അത് ഇവിടുത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അതിനുള്ള താല്പര്യക്കാരുണ്ട്, അതിന് മുതൽ മുടക്കാൻ ആളുണ്ട്, അത് സൂപ്പർവൈസ് ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് തലത്തിലാണെങ്കിൽ പോലും നല്ലൊരു കാര്യമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു. ഞാൻ നാട്ടിലെ ജനുവരി മാസത്തിൽ നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. അന്ന് ജനുവരി മാസത്തിലെ ജനുവരി 28 കണ്ടൊരു പരിപാടി തൊടുപുഴയ്ക്കടുത്തൊരു ഇതുപോലെ തന്നെ ഒരു വില്ലേജ്, ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാ തരത്തിലും 24/7 പരിപാടി ഇതുപോലെ തന്നെ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ തുടങ്ങി വെച്ചു. പക്ഷെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കി. അതിന്റെ നടത്തിപ്പുകാരും അതിന്റെ മുതൽമുടക്കാരും ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പൊ ഇത്തരം ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇനിയും ഭാവിയിൽ അത് വിദേശികൾക്ക്, പ്രത്യേകിച്ച് യൂറോപ്പ് അല്ലെ അമേരിക്ക അല്ലെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവരുടെ ആ ഒരു മെന്റാലിറ്റിയോടുകൂടിയുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഗൾഫിൽ താമസിക്കുന്നവരെ സംബന്ധിച്ച് അവരെല്ലാവരും തന്നെ വീടുണ്ട്, അവരുടെ കുടുംബം കൂടുതൽ തന്നെ കേരളത്തിലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് യൂറോപ്പിലുള്ള ആദ്യകാലത്തെ കുടിയേറ്റക്കാരുടെ ആണെങ്കിൽ പോലും കുടുംബം ഇവിടെ തന്നെയാണ്. അപ്പൊ തിരിച്ച് നമ്മൾ നാട്ടിലെ ആ ഒരു പഴയ നമ്മുടെ ജീവിതം കിട്ടാനായിട്ട് ഇത്തരം ഒരു സാഹചര്യം ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഏറ്റവും നല്ല, അത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടും ജീവിത ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നമ്മളുടെ ചുറ്റുപാടും എൻവയൺമെന്റും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ വ്യക്തിപരമായിട്ട് ഉള്ള അഭിപ്രായത്തിൽ ഈ തീരുമാനത്തിൽ ഞാൻ സംതൃപ്തനാണ്. അതാ ഈ ആദ്യത്തെ
രണ്ട് ലക്ഷ്യം സബലീകരിക്കുന്നതുകൊണ്ടാണ്. അതായത് രണ്ടാൾക്കും ഒന്നിച്ച് താമസിക്കാനും ഈ കയറ് കിട്ടേണ്ട ആൾക്ക് കയറ് കിട്ടുന്നതുകൊണ്ടും. അതേസമയം ഞാൻ ഇപ്പോഴും ജർമ്മനിയിൽ ജീവിക്കുന്ന പല ഭാഗങ്ങളും ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന ന്യൂസുകൾ ഇന്നലെ തന്നെ ഹോയ്റ്റ് ഷോ സാറ്റർഡേ വരുമ്പോ ഫ്രൈഡേ കാണും. അങ്ങനെ അതായത് ജർമ്മനിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതൊന്ന്. രണ്ടാമതായിട്ട് ജർമ്മനിയിലുള്ള പല കണക്ഷൻസ് വഴി ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റിലും അവരായിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കലും, അതായത് ഓൺലൈൻ. ഇപ്പോഴും ലൈവിലാണെന്ന് ചുരുക്കം. ലൈവിൽ, അതായത് ഇപ്പോഴും എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗം ജർമ്മനി തന്നെ. അത് കാരണം എനിക്കൊരു ഫീലിംഗ് ഇല്ല ഞാൻ ഇന്ത്യയിലാണ്. അവിടെയും ഇവിടെയും ഉള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അതാണ് എന്റെ ഇത്. ഈ കാര്യം എല്ലാവർക്കും ആകണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇതില് പല ഡിഫിക്കൽറ്റീസും ഉണ്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോ. പ്രധാനമായിട്ട് നമ്മള് തീരുമാനിക്കണം ജർമ്മനിയിൽ നമ്മുടെ അഡ്രസ്, റെസിഡൻസ് കീപ്പ് ചെയ്യുന്നോ ഇല്ലേ. അതില് ഫോർട്ട് ഐലൻഡ്, നാക്ട് ഐലൻഡ്. ഈ റെസിഡൻസ് അവിടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ക്രാങ്കൻ ഫെർസിക്കേറ്റ് ആയിരിക്കണം. മൊത്തം മുഴുവൻ നടത്തിയിരിക്കും. മുഴുവൻ നടത്തേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. മുഴുവൻ നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ വിദേശത്തേക്ക് പോരുകയാണെങ്കിൽ ഞാനപ്പോ അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. ഇത്രയും നാളുണ്ടായിരിക്കുന്ന ആ ഫെർസിക്കേറ്റിംഗ് കീപ്പ് ചെയ്യുക. പക്ഷെ ആൻവാർട്ട്ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് ചത്തിട്ടും ജാകാതെ ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഫെർസിക്കേറ്റിങ്ങിനെ മാറ്റുക. അതായത് നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന പ്രീമിയത്തിന്റെ ഒരു ചെറിയ ഭാഗം കൊടുക്കുക, നോമിനൽ മാത്രമായിട്ട്. അവര് പറയും എത്രയാ കൊടുക്കണ്ടേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു ലൈസ്റ്റും കിട്ടില്ല ഇന്ത്യയിലായിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ പക്ഷെ പഴയ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരും. അത് ചത്തതുപോലെ ചത്തു കിടന്ന സാധനം വീണ്ടും ജീവിക്കും. അതായത് റിസ്റ്റിയെ അപ്മെൽഡം ചെയ്യാതെ പലതും മരവിപ്പിച്ചതുപോലെ അല്ലേ? അതെ തന്നെ. മരവിപ്പിച്ചിടുക. പക്ഷെ നമുക്ക് സ്വല്പം ആവശ്യം വരുമ്പോൾ അത് നമുക്ക് ആക്റ്റീവ് ആക്കാം, റിവൈവ് ആക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരിട്ട് പോരുമ്പോ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തീരുമാനിക്കണം ഏതൊക്കെ നമ്മൾ അവിടെ കീപ്പ് ചെയ്യും വേണമെന്നുള്ളത്, എവിടെയൊക്കെ നമ്മൾ മെൽഡൻ ചെയ്യുന്നു, എവിടെയൊക്കെ നമ്മൾ ഉമ്മെൽഡൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ക്രാങ്ക് ഗാസയിൽ ചേരാൻ നോക്കുക. ഇവിടുത്തെ ക്രാങ്ക് ഗാസയിൽ ചേരാൻ നോക്കുമ്പോ പ്രായമായ നമുക്ക് ചേരുമ്പോ പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങ് ചേരാനൊന്നും പറ്റുന്നു. അങ്ങനെ ചേർന്നിട്ടുണ്ടോ? ഞാൻ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ നീവ, ബുപ്പ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഒരുപാട് ക്രാങ്ക് ഗാസകളുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം. പക്ഷെ ഇതിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ ക്രാങ്ക് കാശുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എത്ര സബ്സ്ക്രിപ്ഷൻ എത്രയാ? അതെങ്ങനെയാ? അതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റോങ് എത്രയാണെന്ന് വെച്ചിട്ടായിരിക്കും അല്ലെ? ലൈഫ് സ്റ്റോങ് മാത്രമല്ല എത്ര ക്രാങ്ക് ആയിട്ടുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഒരു ക്രാങ്ക് കാസയില് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരുമ്പോ ഞാന് എന്റെയൊക്കെ നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ ബർത്ത് ഇയർ പറയുമ്പോ ഒരുപാട് ഇങ്ങനെ റോൾ ചെയ്ത് പുറകിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് പ്രായമായെന്ന്. അത് കണ്ടു കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇവർക്കും അറിയാലോ അത് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്. അപ്പൊ അവര് ചോദിക്കും ചരിത്രം, ക്രാങ്ക് ഹൈറ്റ്സ് ഗെസിക്റ്റ്, നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ അസുഖങ്ങൾ നമ്മൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ അപ്ഡേറ്റിങ് അവർ നിർത്തും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. എന്നാലും നല്ല ഏജന്റുമാരും നമ്മൾ അതിലേക്ക് കടത്തും. അല്ല, നമുക്കും അത് ഒരു വശം കൊണ്ട് നല്ല ഒരു ഹെൽപ്പ് അല്ലേ? അതെ. അപ്പൊ അതനുസരിച്ച് നമ്മള് ഇതിലെ ഫോട്ടോയിൽ മാത്രമല്ല നോക്കേണ്ടത്, ഇങ്ങനെയുള്ള ചേഞ്ചില് പല ചലഞ്ചുകളും നമുക്കുണ്ടാവും. അതൊക്കെ നമ്മള് വളരെയധികം ആലോചിച്ച് ചെയ്യണം. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തില് ഏത് ചലഞ്ചും, പ്രോബ്ലം എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് വേണ്ട, അത് ഡിക്ഷണറിയിൽ നിന്ന് മാറ്റുക.
ഏത് ചലഞ്ചും നമുക്ക് കൈകാര്യം ചെയ്യാം. അത് അപ്പൊ സോൾവ് ഈ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുക. അതെ, അത് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടർ ഈ ജർമ്മനിയിൽ ചെന്ന് ഫൈറ്റ് ചെയ്ത് ഇത്രയും വരെയായി. അപ്പോൾ ഇനിയാണ് ഒന്ന് മാറിക്കിട്ടാനോ പാട്. അതിലൊന്നും നമുക്ക് ചലഞ്ചത വേണ്ട, പക്ഷെ അറിഞ്ഞിരിക്കും. പിന്നെ എല്ലാ നോളജും, അതായത് എല്ലാ നോളജും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ തന്നെ മനസ്സിലാക്കി പോകുന്നതാണല്ലോ എപ്പോഴും നല്ലത്. ഇപ്പൊ മറ്റൊരാൾ പറഞ്ഞു അതിൻ്റെ അകത്ത് 100% കൃത്യമാണോ നമുക്കറിയില്ല, പക്ഷേ നമ്മൾ തന്നെ അത് പോർഷൻ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഉണ്ടല്ലോ എന്നുള്ളൊരു, ഞാനൊക്കെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നല്ലല്ലോ ഞാനത് പറയും. അതിനകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇപ്പം 161 പേര് അവിടെ താമസിക്കുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് പലവിധ പ്രായക്കാരുണ്ട്, പലവിധ രോഗക്കാരുണ്ട്, പലവിധ കൾച്ചറുള്ളവരുണ്ട്, പലവിധ കഴിവുള്ളവരുണ്ട്, പിന്നെ പല മേഖലകളിൽ ജോലി ചെയ്തവരുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അപ്പൊ ഇവരുമായിട്ട് നമ്മളൊന്ന് സമ്മേളിക്കുമ്പോൾ, അല്ലെ നമ്മളൊന്ന് ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ പൊതുവിൽ നടക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് വോൾഫീലം ചെയ്തതും, അല്ലെ നമുക്ക് അതിനകത്ത് കൂടുതൽ പ്രാതിനിധ്യം, ഇപ്പം അങ്കിളിനെ സംബന്ധിച്ചൊരു വലിയ സ്റ്റിഫ്റ്റൂങ് വർഷങ്ങളോളം അതിന്റെ സിഇഒ ആയിട്ട് നയിച്ച് അത് ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടന്ന, പിന്നെ വേറെ ഒത്തിരി പ്രവൃത്തികൾ, അതായത് ഗവൺമെന്റ് തലത്തിലും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കേരളവുമായിട്ട് ബന്ധപ്പെടുത്തി നടന്ന ഒരാളെന്ന നിലയിൽ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഒരു സ്വീകാര്യതയും, നമുക്ക് അവിടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു സാഹചര്യവും, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് ഇല്ലാതെ, അതെങ്ങനെയാണ്? അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാം. ഇത് എന്റെ അഭിപ്രായത്തില് വളരെയധികം പെട്ടെന്ന് കണക്ഷൻ എടുക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പ്രായത്തില് ഒന്നിച്ചു താമസിക്കുന്നത്. അതാണ് എന്റെ എക്സ്പീരിയൻസ്. അതായത് ഈ 160 റെസിഡൻസില് ഒരു 100 പേരായിരിക്കും റെഗുലർ കമ്മ്യൂണിക്കേഷന് കഴിവുള്ളവർ. അവർക്ക് അസുഖമായിട്ട് കിടക്കുന്നു, പക്ഷെ അവരെ കാണുമ്പോൾ അവരൊക്കെ ചിരിക്കുന്ന, എപ്പോഴും കൈയൊക്കെ ചെയ്ത് വിങ്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷന് സന്നദ്ധതയുള്ളവർ. ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ മിക്കവരും വളരെയധികം പഠനമുള്ളവരാണ്. അതായത് കേരളത്തിന് ഔട്ടായിട്ട് ജോലി ചെയ്ത് ഒരുവിധം വലിയ ലെവലിൽ ജോലി ചെയ്ത് റിട്ടയർഡ് ആയിരിക്കുന്ന കൂട്ടരാണ് ഈ ഇവിടുത്തെ റെസിഡൻസ്. കേരളത്തിന് ഔട്ട് എന്ന് പറഞ്ഞാല് മുംബൈ, കൊൽക്കത്ത, ഡൽഹി, അതിൽ IASകാരുണ്ട്, ISROക്കാരുണ്ട്. മറ്റേ ഇവിടെയുള്ള സ്ത്രീകളിൽ 40 പേര് മെഡിക്കൽ ഡോക്ടേഴ്സ്. അപ്പൊ അതൊരു പ്രത്യേക സെക്ഷനാണ്. അമേരിക്കയില് ജോലി ചെയ്ത കൂട്ടര്, ഇംഗ്ലണ്ടിൽ ജോലി ചെയ്ത കൂട്ടര്, ജർമ്മനിയിൽ നിന്ന് ഒരാളൊഴിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ അപ്പൊ ഇവര് അങ്ങനെയുള്ള പല സബ്ജക്റ്റുകളാണ്. എൻജിനീയറിങ്, മറ്റേ മെഡിസിൻ ആണ് പ്രധാനം. ഞാന് എക്കണോമിക്സ് പഠിച്ചാന്ന് കേട്ടപ്പോ പലരും പറഞ്ഞ അങ്ങനെയുള്ള കൂട്ടരെ ഇവിടെ കിട്ടുന്നത് ഞങ്ങൾക്ക് വലിയ കാര്യം ആണ്. എല്ലാ മാസത്തിലും ഒരു ബുധനാഴ്ച ഇപ്പോഴും ഒരു ചർച്ചയുണ്ടാവും, കുറച്ച് പല വിഷയങ്ങളെ പറ്റിയുള്ള. ഇപ്പൊ നമ്മുടെ മുരളിയില്ലേ, എന്നാ ഇവിടെ ജനീവയിലുള്ള നമ്മുടെ മുരളി തുമ്മാരോടി, അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. പുള്ളിയുടെ അദ്ദേഹം ഇവിടെ ബോണിലുണ്ടല്ലോ ഇപ്പം, ചെയ്യുന്ന ആള്. അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റ് ഇവിടെ റെഗുലർ ആയിട്ട് പല സബ്ജക്റ്റുകളെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ തീർച്ചയായിട്ടും അക്കാഡമിക് ലെവലിൽ തന്നെയുണ്ട്, മറ്റ് ലെവലുകളിലും എല്ലാത്തിലും പങ്കെടുക്കുന്ന ധാരാളം റെസിഡൻസ് ഉണ്ട്. ഇവിടെ ഉള്ള സ്റ്റാഫ് മെമ്പേഴ്സ് പരിശ്രമിക്കുന്നത് ഈ റെസിഡൻസിനെ ഒന്നിച്ചു വരുത്താനാണ്. സകല ലോകത്തിലുള്ള എല്ലാ റിലീജിയന്റെയും ഫീസ്റ്റുകൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഇപ്പൊ വിഷു ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അന്ന് കലാമണ്ഡലം സാംസ്കാരിക പരിപാടി ഇത് ഈ മറ്റേ ഓട്ടംതുള്ളൽ
വേറെ ആണെങ്കിൽ കോൺസെർട്ട് ആയിരിക്കും, ഉം. വേറെ സമയത്ത് ഡിസ്പ്യൂട്ട് ആയിരിക്കും, മറ്റേ കണ്ണ് അസുഖത്തെ പറ്റിയോ ക്യാൻസറിനെ പറ്റി. ഇപ്പൊ ഡോക്ടർ ഗംഗാധരൻ ആ എനിക്കറിയാം, ഞങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടര് ഇവിടെ റെഗുലറായിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവര് എല്ലാ വിധത്തിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് പാട്ടുപാടാം, വേറെ സ്ഥലത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള പഴയ പാട്ടുകൾ കേൾക്കാം, ഒരു സ്ഥലത്ത് ചെസ് കളി, വേറെ സ്ഥലത്ത് ചീട്ട് കളി, വേറെ സ്ഥലത്ത് ക്യാരംസ്, അതുപോലെ തന്നെ ഈ ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷെ ഈ സ്വിമ്മിംഗ് പൂളിന് ഞാൻ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ കിടക്കുന്നു. അപ്പൊ എല്ലാ വിധത്തിലുള്ള സ്ട്രക്ചറും ഇവര് നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഈ ക്യാമ്പസിൽ നിന്നും നമുക്ക് ഔട്ടർ പോയിട്ട് കുറച്ച് നടക്കാനോ അല്ലെങ്കിൽ പാർക്കിൽ പോയി ഇത് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ്. കേരളത്തിലെ എൻവയൺമെന്റ് സ്ഥിതി അങ്ങനെയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഒരു പാർട്ട്ണറിന് വീൽ ചെയർ ആയതുകൊണ്ട് ഞാനും അത്ര ഫ്രീ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്, എക്സ്കർഷനൊക്കെ കൊണ്ടുപോകും. പല റെസിഡൻസിനും ഇവിടെ സ്വന്തം കാറുണ്ട്. അവര് തന്നെ ഇടയ്ക്ക് പുറത്തു പോകുമ്പോ ചോദിക്കും വരുന്നോ, നമുക്ക് ഒന്നിച്ച് പോകാനൊക്കെ പറയും. അതായത് കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ നന്നായിട്ട് പോകുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ഒക്കെ സംസാരിച്ചു. ഇതിനകത്ത് ഏറ്റവും ചിലപ്പോൾ ഒരു വലിയ കാര്യമായിരിക്കും, പക്ഷെ അത് വലിയ കാര്യം തന്നെയായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിലേക്ക് അല്ലെ വേറെ വിദേശത്തേക്കൊക്കെ കുടിയേറുമ്പോൾ നമുക്കൊരു ഹൈവേ ഉണ്ടാകുന്നു. അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഇങ്ങനെ കിടന്ന് ഏതെങ്കിലും ഒരു നേരത്ത് പുറത്തു വരും, അല്ലെ നമ്മൾ അതിനെപ്പറ്റി പറയും. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ജർമ്മനിയിൽ 65 വർഷം താമസിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവിടുത്തെ, അതായത് ജർമ്മനിയായിട്ടുള്ള ഇപ്പം നമ്മൾ പറയുമ്പോൾ പിന്നെ പോറ്റിയ നാടും അല്ലെങ്കിൽ പോറ്റപ്പെട്ട നാടും അങ്ങനെ പറയുമല്ലോ. അതെ. അപ്പം ജർമ്മനി നമ്മളെ പോറ്റിയ നാടാണ്. അപ്പൊ ആ നാട് വിട്ടയച്ചിപ്പം തിരിച്ച് 9 മാസമായി അവിടെ താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹൈവേ തോന്നുന്നുണ്ട്. എനിക്ക് ഹൈവേ തോന്നുന്നത് ആ നാടിനോടല്ല, പ്രത്യുത ആ നാട്ടില് ഞാൻ പരിചയപ്പെട്ട എന്റെ കൂട്ടുകാരോടും എന്റെ വീട്ടുകാരോടും ഒക്കെയാണ്. ഒരു സമൂഹമായിട്ടുള്ള സമൂഹം പുതുതായിട്ട് നമ്മളൊക്കെ ഒന്നിച്ചു കൂടുന്ന പല വേദികളും ഉണ്ട്. ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് സെന്റ് തോമസ് പെർസാമ്പിള്, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ഇംഗ്ലീഷ് കത്തോലിക്സ്, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ കേരള സമാജ്, അല്ലെങ്കിൽ കുമ്പളിവേലിയുടെ പാട്ട്, അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും. അതൊക്കെ പക്ഷെ അതിപ്പോ നമുക്ക് ഉപയോഗിക്കത്തക്ക സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ആ ലോങ്ങിങ്നെസ് കുറയുന്നു. പിന്നെ പലപ്പോഴും ടെലിഫോൺ എടുത്ത് അങ്ങ് വിളിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളുടെ കൾച്ചറൽ ബിലോങ്ങിങ്നെസ് നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഇപ്പൊ നമുക്ക് ടെക്നോളജിക്കലായിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു ഐലൻഡിൽ ജീവിക്കുന്ന സ്ഥിതിയില്ല. പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ വില്ലേജ് ആണ്, അതിൽ പെട്ടതാണ് ജർമ്മനി. പക്ഷെ എന്റെ ജീവിതത്തില് ജർമ്മനിക്ക് ഒരു പ്രത്യേക പങ്കുണ്ട്. പക്ഷെ അത് അവിടെ ജീവിക്കുന്ന മനുഷ്യരായിട്ടുള്ള ബന്ധമാണ്. അല്ലാതെ ഫ്രാങ്ക്ഫർട്ടിലെ വലിയ ബാങ്ക് ബിൽഡിങ് അല്ലെങ്കിൽ കൊളോണിലെ ദോമൊക്കെ ശരിയാണ്, പക്ഷെ അതിപ്പോ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കാണുന്നു. പക്ഷെ മനുഷ്യരായിട്ടുള്ള ബന്ധം അത് വളരെ ക്ലിയർ ആണ്. പിന്നെ പണ്ട് കേരളത്തിൽ നിന്ന് ജർമ്മനി ചെന്നപ്പോ വീട്ടുകാരോടും നാട്ടുകാരോടും ഇന്ത്യയോടും കേരളത്തോടുമുള്ള ആ ലോങ്ങിങ്നെസ് ഇല്ലേ, അത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഉൺബെഷ്റൈബ്ബാres Gefühl ആണ്. അങ്ങനെയുള്ള ഒരു ഗഫ്യൂൾ എനിക്ക് ജർമ്മനിയെ പറ്റി. അത് ആ സംഭവം, അതായത് ഇപ്പം നമ്മളെ നാട്ടിൽ ചെന്നാലും ഇവിടുന്ന് ഇപ്പം ഷോർട്ട് ലീവിന് നാട്ടിൽ ചെന്നാലും നമ്മുടെ താൽക്കാലികമായിട്ടുള്ള എല്ലാം ഇവിടെ ആയതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നുള്ള ഒരു തോന്നൽ. പക്ഷേ നമ്മള് ഇപ്പൊ 65 വർഷം ഇവിടെ താമസിച്ചു, തിരിച്ച് നമ്മള് നല്ലൊരു നമ്മുടേതായിട്ടുള്ള ഒരു സുരക്ഷിതത്വവും സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വോൾ ഫ്യൂലും നമുക്ക്, അല്ലെ വോൾ ഫ്യൂലിൻ എന്നുള്ള കാര്യം കൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് നമ്മുടെ ലോകം. അവിടെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെന്റും
ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അത് മാത്രമല്ല, അധികം ആൾട്ടർനേറ്റീവും ഇല്ലല്ലോ. അതായത് ഒരു പാർട്ട്ണർ, ഈ പ്രായത്തില് കെയർ ആവശ്യമുള്ള ഒരു പാർട്ട്ണർ കൂടെ ഉള്ളപ്പോ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുരക്ഷിതമായ കൂട് അതും തുറന്ന് എവിടേക്ക് പറക്കാൻ? അതെ. ഇതിലും ബെറ്റർ ആയിട്ടുള്ള കൂടെ എവിടെ? എങ്ങുമില്ല. അപ്പൊ അതനുസരിച്ചുള്ള, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പർദീസ എന്നല്ല. ഈ പലരും ഈ ഓൾഡ് ഏജ്ഡ് ഹോമിന് പർദീസ എന്നുള്ള പേരൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗഖ്യ, അല്ലെങ്കിൽ അനന്ത, അല്ലെങ്കിൽ ഈവനിങ് അസ്തമിക്കാൻ പോകുന്ന സൂര്യന്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ ലഭിച്ചിരിക്കുന്ന ഈ വാസസ്ഥലം ഇത് വിട്ടുപോയാൽ പിന്നെ എവിടേക്ക്? ഏതായാലും ജർമ്മനിയിൽ ഇതിനുള്ള ആൾട്ടർനേറ്റീവ് ഞാൻ കാണുന്നില്ല. അല്ല, ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രമാത്രം ലഭിക്കുന്ന, അതായത് നമ്മളിവിടെ എല്ലാം തന്നെ പലതും പെർസിസ്റ്റിങ്ങിന്റെ ഇതിൽ പോകുന്നുവെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ 24 മണിക്കൂർ സേവനം പിന്നെ വോയിസ് ഡിസേബിലിറ്റിയായിട്ട് കണക്ട് ചെയ്താണല്ലോ ചില ഓൾഡ് ഏജ് ഹോമും അല്ലെ അതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ഇന്ന ഹാൽവ് eine Stunde kann man da sein എന്ന് പറഞ്ഞാൽ പോലും വരുമ്പോൾ എത്ര 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് അല്ലേ? എങ്ങനെയല്ലേ? പക്ഷെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം ജോസ്. ഈ സോഷ്യൽ സെക്യൂരിറ്റി, ജർമ്മനിയാണ് ഏറ്റവും സോഷ്യൽ സെക്യൂർ ആയിട്ടുള്ള ഒരു സംഗതി. ഈ പ്രായമാകുമ്പോൾ എങ്ങനെയാണെന്നറിയാം, നമ്മളൊരു സെന്ററിൽ പോകുന്നു വയ്ക്കുക, ആ സെന്ററിൽ നല്ല ബില്ലൊക്കെ തന്ന് നമ്മുടെ സ്വത്ത് അവരെടുക്കും. പതുക്കെ 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 എടുക്കും. അതുപോലെ തന്നെ അത് തീർന്നിട്ട് മറ്റേത് ഇൻഷുറൻസ് ഒക്കെ തരും, എന്നാലും നമ്മൾ നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ അങ്ങനെ അവസാനം നമ്മുടെ സ്വത്തും എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, നമുക്ക് പോക്കറ്റ് മണി തന്ന് ജർമ്മൻ ഗവൺമെന്റ് നമ്മൾ നോക്കും. സകലതും ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യും. ആ സമയത്ത് ഇന്ത്യക്ക് വന്നാൽ ഇവിടെ നോക്കാനായിട്ട്, ഫൈനാൻഷ്യലായിട്ട് നോക്കാൻ നമുക്ക് കാശില്ലെങ്കിൽ ആരും നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് തന്നെയെങ്കിലും കാശുള്ളവർ വന്നാല്, കാരണം അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കണം. സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മള് ജർമ്മനിയിലെ ആ സിസ്റ്റം വാസ്തവത്തിൽ വളരെ വളരെ നല്ല സിസ്റ്റമാണ്. അതിനായിപ്പം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കൂടുതലായിട്ട് മാറും. നമുക്ക് കൂടുതൽ ബലാസ്റ്റവും വരുന്ന ഒരു സാഹചര്യമാണ് ഇനി ഭാവിയിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാവില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു റിഫോംസുകൾ, ഇപ്പം ആശുപത്രി റിഫോംസ് നമ്മൾ രണ്ടും കൂടെ ഇരുന്ന് ഒരു കഴിഞ്ഞ കൊല്ലം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്തുണ്ടായ കാര്യങ്ങൾ പല ആശുപത്രികളും ഇപ്പം നിർത്തിക്കഴിഞ്ഞു. ചിലത് ഉള്ളതിന്റെ ഓരോ ഡെവലപ്മെന്റ്സ് വരുത്തി അത് സ്പെഷ്യലൈസ് ചെയ്ത് വരേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ റിഫോംസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവിടെ കൂടുതലും പഴയ കാലങ്ങൾ നമുക്കൊരു ഓർമ്മയായിട്ട് മാത്രം ഇരിക്കേണ്ട ഒരു സാഹചര്യം മുൻകൂട്ടി നമ്മൾ പറയേണ്ടിയിരിക്കും. ഇപ്പം അത് പഴയ ആളുകൾക്ക് മാത്രമേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അതാണ് അതിന്റെ കാര്യം. ഇപ്പം പുതിയതായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഇത്രയും വലിയ കാര്യമാണ്, സത്യമായിട്ടും വലിയ കാര്യമാണ്. പക്ഷേ പണ്ട് ഇങ്ങനെയായിരുന്നു. നമ്മളൊന്നും ഗംഭീർ കൊടുക്കാതെ ആശുപത്രിയിൽ ചെന്ന്, അല്ല നമ്മുടെ അപ്പോത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് പിന്നെ മാറ്റം വന്നു. പിന്നെ ഇപ്പം ഡയബറ്റിക് ആണെങ്കിൽ പോലും അവർക്ക് അതിന്റെ ഗംഭീർ കൊടുക്കണം. എല്ലാ തരത്തിലും മാറ്റങ്ങൾ ലോകം മാറുമ്പോൾ ഇവിടെയും മാറുന്നു എന്ന് മാത്രം കരുതി വെച്ചാൽ മതി. എന്നിരുന്നാലും ലോകം മാറുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് തെറ്റുണ്ട്. ഇപ്പം ജർമ്മനിയിൽ നിന്നും പറിച്ചു നട്ടു ഒരു ജീവിതം, അത് 9 മാസം കൊണ്ട് തന്നെ അത് വളരെ സമ്പുഷ്ടമായിട്ട്, വളരെ എന്നാ പറയുന്ന വോൾ ഫ്യൂലിൻ തന്നെ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് നമ്മള് ജർമ്മൻ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു വെൽ ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ കുടുംബമാണെങ്കിൽ ഭാര്യയും ഭർത്താവും ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഒരുമിച്ച് ജീവിക്കുക. അത് ക്രാങ്കായാലും അല്ലെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിന് തന്നെ ഇത്തരം ഒരു സാഹചര്യം, ഇത്തരം ഒരു കൺസെപ്റ്റിലൂടെ അവിടെ ഇപ്പം വാഴക്കുളത്തിനടുത്തുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, ചെമ്പരക്കി. അപ്പം അങ്ങനെ ഒരു സ്ഥലം നല്ലതാണെന്ന് തന്നെ ഞാൻ ഈ അവസരത്തിൽ, ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ജനുവരി വന്നപ്പം വരണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ടൈം എനിക്ക് കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പൊ താല്പര്യമുള്ളവർ പോയി കാണുക. ഇനിയിപ്പോ അവിടെ താമസിക്കാൻ താല്പര്യമുള്ളവർ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. കാരണം ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നതും ഓരോരുത്തരുടെ കൺസെപ്റ്റും ഓരോരുത്തരുടെ അഭിരുചികളും ഒക്കെ തന്നെ
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു നമ്മുടെ മുഖാമുഖം പരിപാടികളിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഇത്തരം ഒരു കാര്യങ്ങൾ വീണ്ടും ഇപ്പം കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് തന്നെ ലഭിക്കട്ടെ എന്ന് ഒരു ആശംസ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം അങ്കിളിനും ആന്റിക്കും പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ തമ്മിൽ ഇവിടെ ആയിരുന്നപ്പം പലപ്പോഴും കാണും, സംസാരിക്കും, അതുപോലെ പല ചർച്ചകളും നടത്തും. ഇതിപ്പം ദൂരെയാണെങ്കിൽ പോലും ഇത്തരം ഒരു മുഖാമുഖം പരിപാടിയിൽ സ്നേഹപൂർവ്വം വന്നതിനും കാര്യങ്ങൾ പങ്കുവച്ചതിനും ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവിയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നന്ദി ജോസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.